ആയുർവേദത്തിലെ 10 ഇലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളെ മത്തയില. ആ പ്രധാനപ്പെട്ടവൻ്റെ നടു നോക്കിങ്ങിട്ട് വെട്ടിയെടുക്കുകയാണ് നമ്മുടെ പുത്രൻ. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒന്നാണ് മത്തൻ്റെ ഇല. പലർക്കും പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കുമോന്ന്. ഇത് മത്തം കുരു കിടന്നിട്ട് തന്നെ താനെ മുളച്ച് വന്ന മത്തൻ്റെ ഇലകളാണ് അവൻ ഓരോന്നായി പറിച്ചെടുക്കുന്നത്. അതെല്ലാം പറിച്ചെടുത്തുകൊണ്ട് നല്ല വൃത്തിയായി ഓരോ ഇലകളും അവൻ കഴുകിയെടുക്കുന്നുണ്ട്. ലക്ഷ്യം അടുപ്പിലേക്ക് പോകാനുള്ളതാണ്, ഇവനെ കരിച്ചു പുകച്ച് വേവിച്ചെടുക്കാനുള്ളതാണ്. എന്നാലും നല്ല എളിമയോടെ തലോടിക്കൊണ്ടാണ് ഓരോ ഇലകളും അവൻ കഴുകിയെടുക്കുന്നത്. നമുക്ക് നോക്കാം. എൻ്റെ സഹായത്തോടു കൂടിയാണ് ഓരോ ഇലകളും എന്നെക്കൊണ്ട് അവൻ കട്ട് ചെയ്യിപ്പിച്ചത്. കുറച്ച് ഞാനും മരിഞ്ഞു, ബാക്കിയുള്ളത് അവനും മരിഞ്ഞു. ഈ കാണുന്ന പച്ച കളറിൽ കാണുന്ന ഈ ഒരു ഇല രുചിയിൽ കേമനാണ്. ഇവൻ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, മാഗ്നീഷ്യം, ഫാറ്റി ആസിഡുകൾ എന്നിവയിൽ സമ്പുഷ്ടമാണ്. രക്തത്തിലെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുകയും മോശം കൊളസ്ട്രോളിനെ കുറക്കുകയും ചെയ്യും. ശരീരത്തിൽ രക്തത്തിൻ്റെ അളവ് കൂടുവാൻ ഇവൻ കേമനാണ്. നാരുകൾ വേണ്ടത്ര അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ കൊളോൺ ക്യാൻസർ പോലുള്ള ക്യാൻസറുകൾ കുറയ്ക്കാനും ഇവ സഹായിക്കും. നമുക്കെന്നാൽ മുന്നോട്ട് പോകാം. കുനുകുന 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 എന്നും പറഞ്ഞ് ഞങ്ങൾ അയലകൾ അരിഞ്ഞെടുത്തു. വളരെ രസകരമായ രീതിയിൽ തമാശയും പറഞ്ഞുകൊണ്ട് അവൻ നാളികേരം ചിരകുന്നുണ്ട്. ചിരകി വീഴുന്നതിനേക്കാൾ കൂടുതൽ അവൻ പെറുക്കി തിന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ കൗതുക കാഴ്ച വളരെ രസകരമായാണ് ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറുതിലെ നമ്മളും ഇങ്ങനെയൊക്കെയായിരുന്നു. അരമുറി തേങ്ങ ചിരകാൻ തന്നാൽ കാമുറി നമ്മ തന്നെ കഴിക്കും. അപ്പോഴും നമ്മൊരു പഴഞ്ചൊല്ല് പറയും, എന്തെന്നാണ്, ചിരകുന്ന തേങ്ങ വാരി തിന്നു കഴിഞ്ഞാൽ കല്യാണത്തിന് മഴ പെയ്യും. പക്ഷെ ഇന്ന് വരെ നമ്മളെ കയ്യിൽ കല്യാണത്തിനൊന്നും മഴ പെയ്തില്ല കേട്ടോ. നല്ല രീതിയിൽ നമ്മൾ എപ്പോഴും തേങ്ങ വാരി തിന്നാറുണ്ട്. എന്നാലും പോട്ടെ, അവൻ നാളികേരം നല്ല രസകരമായ രീതിയിൽ ചിരകിയെടുത്തു. നമുക്ക് വീണ്ടും ആ കാഴ്ചകൾ നല്ലവണ്ണം ആസ്വദിച്ച് തന്നെ മുന്നോട്ട് പോകാം. ആരോഗ്യം തരുന്ന കാര്യത്തിൽ ഈ നാളികേരവും പിന്നോട്ടല്ല കേട്ടോ. ആരോഗ്യകരമായ കൊഴുപ്പ്, നാരുകൾ എന്നിവ കൂടുതലുള്ള ഒന്നാണ് നാളികേരം. ഇനി നമുക്ക് പച്ചമുളകിലേക്ക് പോകാം. നമ്മൾ എന്താ പറയുക, ഷെഫുകൾ അരിയുന്ന പോലെ ഞാനിങ്ങനെ ഷെഫ് കട്ടിങ് എന്നാണ് പറയുക കേട്ടോ. ഷെഫ് കട്ടിങ് പോലെ നമ്മൾ പച്ചമുളക് ചെറുതായി നൈസായിട്ട് നമ്മൾ അരിയുന്നുണ്ട്. പച്ചമുളക് കഴിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഇന്ത്യൻ അമ്മമാർക്ക് നിസ്സംശയമായും അറിയാം. പച്ചക്കറികൾ വാങ്ങിയതിന് ശേഷം കുറച്ച് പച്ചമുളകും മല്ലിയിലയും സൗജന്യമായി ലഭിക്കാൻ അവർ പോരാടുന്നത് പല കടകളിലും നമ്മൾ കയറുമ്പോൾ കാണാറുണ്ട്. ചിലപ്പോൾ നമ്മളും അങ്ങനെ ആവാറുണ്ട്. വിറ്റാമിൻ സി ഉയർന്ന അളവുള്ളത് കൊണ്ട് ബീറ്റ കരോട്ടിൻ എന്നിവ അടങ്ങിയ പച്ചമുളക് ആരോഗ്യകരമായ കണ്ണുകൾക്കും ചർമ്മത്തിനും പ്രദാനം ചെയ്യുന്നു. തൊലിയുലിഞ്ഞപ്പോൾ നാണം കുടുങ്ങിയ നമ്മളെ വലിയ ഉള്ളി അല്ലെങ്കിൽ സവാളയെ ചെറുതാക്കി നമ്മൾ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ വളരെയധികം ഉപകാരപ്പെടുന്ന ഒന്നാണ് നമ്മളുടെ സവാള. നമ്മൾ ഏതൊരു ഫുഡിലും പാകം ചെയ്യുന്നതിൽ കുറച്ച് സവാള ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്, രുചിക്കും ആരോഗ്യത്തിനും. അടുത്തതായി നമുക്ക് ഇഞ്ചിയാണ് നമ്മൾ കുനുകുന അരിഞ്ഞെടുക്കുന്നത്. രുചിയിൽ കേമൻ തന്നെയാണ് അവനും. ചെറിയ ഗുണങ്ങളാൽ സമ്പന്നമാണ്. ഇത് രോഗങ്ങളിൽ പലതും നമുക്ക് മായ്ച്ചു കളയാനായിട്ട് സഹായിക്കും. നമ്മളെ രോഗാണുക്കളും വീക്കമുണ്ടാകുന്ന ദോഷകരമായ ബാക്ടീരിയകളൊക്കെ പോരാടാനായിട്ട് നമ്മൾ ഇഞ്ചി നമുക്ക് എപ്പോഴും കൂട്ടാണ്. നമ്മളെ ജൂനിയർ ഷെഫ് അത്യാവശ്യത്തിനുള്ള ഉപ്പ് നല്ല സ്റ്റൈലൻ രീതിയിൽ ആ നാളികേരത്തിലേക്കും ഇഞ്ചിയിലേക്കും വെളുത്തുള്ളിയിലേക്കും പച്ചമുളകിലേക്കും ഇടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ചെറുജീരകം ഭംഗിയായി അതിലിടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അടുപ്പിൽ തന്നെ കത്തിച്ച് എന്തായാലും പാചകം ചെയ്യാമെന്നുള്ള വലിയ വീരവാദത്തോടുകൂടി വലിയൊരു ടാർജറ്റ് അല്ലെങ്കിൽ വലിയൊരു ടാസ്ക് ഏറ്റെടുത്തിട്ട് പുള്ളിക്കാരൻ തന്നെ ഓലൊക്കെ അങ്ങോട്ട് വെട്ടിയെടുക്കുന്നുണ്ട്. എന്തെങ്കിലും ആവട്ടെ, അവൻ്റെ താല്പര്യമല്ലേ, നടക്കട്ടെ. പിന്നെ മുറ്റത്ത് പോയി വേഗം 2-3 കറിവേപ്പില പൊട്ടിച്ചെടുത്ത് ആൾ തന്നെ
ഓല വെച്ച് കത്തിച്ച് എണ്ണ നല്ലവണ്ണം ചൂടാക്കുന്നുണ്ട്. അതിനിടയിൽ വീണ്ടും പോരാ എന്ന് തോന്നിയപ്പോൾ വീണ്ടും പോയി ഓല വെട്ടിയെടുക്കുന്നുണ്ട്. എനിക്കിതൊക്കെ വളരെ രസകരമായ കാഴ്ചയായിരുന്നു. കാരണം എല്ലാതും ചെയ്ത് കുട്ടികൾ പഠിക്കട്ടെ. കാരണം നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അവരറിയണം. എണ്ണ ചൂടിയപ്പോൾ കടുക് അതിലേക്ക് ആവശ്യത്തിന് ഇടണമെന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം കൂടിക്കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല, ടേസ്റ്റും ഉണ്ടാവില്ല. എന്തും മിതമായ രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകണം. അതിനുശേഷം നമ്മൾ ചിരകി വെച്ച നാളികേരം മിക്സ് എല്ലാം കൂടി ആ എണ്ണയിലേക്ക് ഇട്ട്, പിന്നെ വേറൊന്നുമില്ല, കുറച്ച് നമ്മൾ കറിയുടെ രാജാവായ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി അതിനൊന്ന് മൊരിയിച്ചെടുത്ത്, ആ മൊരിയുമ്പോൾ തന്നെ അല്ല പുക വരുന്ന സ്മെല്ലും, അതായത് അടുപ്പിൽ കിടന്ന് എന്താവുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുശേഷം മത്തനില ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ അതിനെ വഴറ്റിയെടുക്കേണ്ട. അധികം സമയമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. ഈ ഒരു ചെറിയ ഉപ്പേരി റെഡിയാവാനായിട്ട്, ഉപ്പേരിന്നോ തോരനോ വരട്ടുന്നോ എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇതുപോലുള്ള നമ്മളെ ചുറ്റുപാടുമുള്ള ഇലക്കറികൾ പാചകം ചെയ്യുമ്പോൾ അധികം വേവാതെ കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതിൻ്റെ ആ ഒരു ടേസ്റ്റും അതിൻ്റെ ഗുണങ്ങളും പോകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും ഉചിതം. അങ്ങനെ നമ്മൾ സൂപ്പർ ഷെഫ് ജൂനിയർ ഷെഫ് വളരെ ഇൻട്രസ്റ്റോടുകൂടി തന്നെ ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും പുള്ളിക്കാരൻ ചെയ്യുന്നത് നമുക്ക് കാണാം. വാഴയുടെ കൂമ്പിൻ്റെ ഇല മുറിക്കാൻ വേണ്ടി ഒരു ഇലയെ മുഴുവനായിട്ട് നശിപ്പിച്ചുകൊണ്ടാണ് ഒരു കൂമ്പല മുറിച്ചെടുക്കുന്നത്. അതിനുശേഷം വീണ്ടും അതിനെ താലോലിച്ച് അതിനെ ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് എന്നോട് ഒരുപാട് വീരവാദങ്ങൾ പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണാം കോരിയെടുത്ത് നൈസായിട്ട് വാഴയിലയിൽ വെക്കുന്നുണ്ട്. കാണാൻ തന്നെ നല്ല മൊഞ്ചുണ്ട് കേട്ടോ കാണാനായിട്ട്. നമ്മൾ സൂപ്പർ ഷെഫ് ജൂനിയർ ഷെഫ് ഇതാ വീണ്ടും നൂഡിൽസ് കഴിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് കാരണം അതെടുത്ത് കഴിക്കുന്നതും. ഞാനും എടുത്ത് ടേസ്റ്റ് നോക്കി, അടിപൊളി ടേസ്റ്റായിരുന്നു. കാരണം നാച്ചുറലായിട്ടുള്ള ഫ്രഷോടുകൂടിയാണ് നമ്മൾ അത് പൊട്ടിച്ച് എന്തും പാചകം ചെയ്യുമ്പോൾ, അതായത് എന്താവട്ടെ ഫ്രഷോടുകൂടി നമ്മൾ അത് ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തെ ടേസ്റ്റ് വേറെ ലെവലാണ്. കാരണം അതിൻ്റെ ഒരു പച്ച സ്മെല്ല് നമുക്ക് വിട്ടുപോകാതെ തന്നെ കിട്ടും. അത് ഇത് പൊട്ടിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് വെക്കണം ഈ ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല. അപ്പോൾ